മുഹമ്മദ് നബിയുടെ അനുയായികൾ വഴി നേരിട്ട് ഇസ്ലാം എത്തിയ നാടാണ് കേരളം. അതിന്റെ അടയാളങ്ങളാണ് പ്രവാചക അനുയായി മാലിക് നു ദീനാർ കേരളത്തിൽ പണി കഴിപ്പിച്ച പള്ളികൾ. 1400 വർഷം മുൻപ് നിർമ്മിച്ച കോഴിക്കോട് ചാലിയം പുഴക്കര പള്ളി പോർച്ചുഗീസ് ആക്രമണങ്ങളെ അതിജീവിച്ചാണ് നിലനിന്നത്. മതമൈത്രിയുടെ പ്രതീകം കൂടിയായ പള്ളി ഇപ്പോൾ സംസ്ഥാന ടൂറിസം വകുപ്പ് നവീകരിച്ചിരിക്കുകയാണ്. പ്രവാചക അനുയായിയായ മാലിക് ബിൻ ദീനാർ കേരളത്തിലെത്തി 10 പള്ളികൾ നിർമ്മിച്ചുവെന്നാണ് ചരിത്രം. അതിലൊന്നാണ് ചാലിയം പുഴക്കരയിലെ ഈ പള്ളി. AD 644 അറേബ്യയിൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ അനുയായിയായിരുന്ന മാലിക് ബിൻ ദീനാർ കൊടുങ്ങല്ലൂർ തീരത്ത് കപ്പലിറങ്ങുന്നത്. കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ പള്ളികൾ നിർമ്മിക്കാൻ മാലിക് ബിൻ ദീനാറിന് പെരുമാൾ ഉൾപ്പെടെ അന്നത്തെ രാജാക്കന്മാർ അനുമതി നൽകി. അങ്ങനെ നിർമ്മിച്ച പള്ളിയാണ് കോഴിക്കോട് ചാലിയത്തെ പുഴക്കര പള്ളി. നൂറ്റാണ്ടുകൾക്കിപ്പുറം 1498 പോർച്ചുഗീസ് സംഘം നടത്തിയ ആക്രമണങ്ങളിൽ ചാലിയം പള്ളിക്കും കേടുപാടുകൾ പറ്റി. പിന്നീട് കോഴിക്കോട് സാമൂതിരിയുടെ നേതൃത്വത്തിൽ പോർച്ചുഗീസ് സൈന്യത്തെ പരാജയപ്പെടുത്തിയാണ് പുഴക്കര പള്ളി പുനർനിർമ്മിച്ചത്. ഇവിടെ അവർ വരുന്ന സമയത്ത് ഇവിടെ പ്രധാനമായും 4 ഇല്ലങ്ങളിൽ ആളുകളായിരുന്നു താമസിച്ചിരുന്നത്. കൊക്കക്കാള ഇല്ലം, മമ്മത്തര ഇല്ലം, എമസര ഇല്ലം, പുഴക്കര ഇല്ലം. അതിൽ പുഴക്കര ഇല്ലക്കാരാണ് ഈ സ്ഥലം ഈ മാലിക് ദീനാർ സംഘത്തിൽപ്പെട്ട ആളുകൾക്ക് നൽകിയത്. മാലിക് ബിൻ ഹബീബായിരുന്നു ഇവിടെ കൂടുതൽ കാലം, 5-6 മാസക്കാലം ഇവിടെ താമസിച്ചിട്ടുണ്ട്. ഈ പള്ളിയിൽ വെച്ച് ബലിപെരുന്നാൾ നിസ്കാരം നടത്തിയിട്ടുണ്ട് എന്നതിലേക്ക്. അതേപോലെ തന്നെ ഇബ്നു ബത്തൂത്ത, ലോകസഞ്ചാരിയായ ഇബ്നു ബത്തൂത്ത ഇവിടെ 6 മാസക്കാലം ചാലിയത്ത് താമസിച്ചിട്ടുണ്ട്, ഈ പള്ളിയിൽ സന്ദർശിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് മലബാറിലെ ഇസ്ലാമിക പഠന കേന്ദ്രമായിരുന്നു ചാലിയം. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെ ആദ്യ പഠനം നടത്തിയ സ്ഥലം. അടുത്തടുത്തായി 12 പള്ളികൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പ്രദേശം. മുഹിയുദ്ദീൻ മാലയുടെ രചയിതാവ് കാളി മുഹമ്മദ് അവിടെ തൊട്ടടുത്ത ഭൂമിയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ കവിതയിൽ കാണാം, കോഴിക്കോട്ട് അത്തുറ തന്നിൽ പിറന്നവർ കോർവ ഇതൊക്കെ നോക്കിയെടുത്തവർ. അതിൽ കോഴിക്കോടന്തറ ഈ പുഴക്കര പള്ളിയുടെ തൊട്ടടുത്ത പ്രദേശമാണ്. അതുപോലെ ഒരുപാട് അറബി കൃതികൾ, അറബി ഭാഷയിലെ നിരവധി ഗ്രന്ഥങ്ങൾ രചിക്കാൻ ഈ പ്രദേശം ഭാഗമായിട്ടുണ്ട്. ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്താണ് പൈതൃക സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി ടൂറിസം വകുപ്പ് പുഴക്കര പള്ളി നവീകരിച്ചത്. 99 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച പള്ളി മന്ത്രി മുഹമ്മദ് റിയാസ്, സംയുക്ത കാസി ഇബ്രാഹിം ഖലീൽ ബുഹാരി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. പണ്ടുകാലത്ത് സമയം നോക്കാൻ ഉപയോഗിച്ചിരുന്ന നിഴൽ ഘടികാരം ഉൾപ്പെടെ പഴമയുടെ എല്ലാ അടയാളങ്ങളും സംരക്ഷിച്ചാണ് നവീകരണം. വിശ്വാസം, ചരിത്രം, പോർച്ചുഗീസ് വിരുദ്ധ പോരാട്ടം, ഇതിന്റെ എല്ലാം പ്രതീകമാണ് ചാലിയത്തെ പുഴക്കര പള്ളി. ക്യാമറമാൻ വേണുവിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.